ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വൈകുന്നേരത്തേക്കായി ഒരു മുട്ട കുംസി ഉണ്ടാക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. മുട്ടയും പഴവും ഒന്നും സെപ്പറേറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 4 നേന്ത്രപ്പഴം ചെറുതായി നുറുക്കിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുക. കരിയാനൊന്നും പാടില്ല, ചെറുതായി ഫ്രൈ ചെയ്താൽ മതി. ഒരു ചെറിയ കളർ മാറുന്നത് വരെ, ആ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി, അതും കരിയാതെ ചെറുതായി റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടയിലേക്ക് ഒരു 3-4 സ്പൂൺ 4-5 സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മധുരം കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ, അധികം വേണ്ടവർക്ക് അധികവും ചേർക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂണോ വിസ്കോ വെച്ച് അത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കട്ടയില്ലാത്ത വിധം ഉടച്ചെടുക്കണം. നന്നായി മിക്സാക്കിയ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ശക്തിയായി ഇളക്കി കൊടുക്കണമെന്നില്ല. ചേർത്ത ശേഷം ചെറുതായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും യോജിപ്പിച്ചെടുത്താൽ മതി. മുട്ടയും പഴവും യോജിപ്പിച്ച് വെക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് തടവി കൊടുക്കുക. നെയ്യ് പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ചൂടായ പാനിലേക്ക് ഇനി ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കുകയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. ഒരു ഷേപ്പ് കണക്കാകാൻ വേണ്ടിയിട്ടാണത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റ് സമയം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഒരു ടൂത്ത് പിക്കോ ഇറുക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ച് വെന്തോ എന്ന് നോക്കുക. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് ഉപയോഗിക്കാം. വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു പലഹാരമാണിത്. കൈ മുഖെല്ലാം കഴിക്കുക.